വസല്ലമ വിശദീകരിച്ചിട്ടുള്ള, ശക്തമായ രീതിയിൽ താക്കീത് ചെയ്തിട്ടുള്ള, ശപിച്ചിട്ടുള്ള വിഷയത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഷാഫി മദ്ഹബിലെ ഈ പണ്ഡിതൻ വിശദീകരിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ചോദ്യകർത്താവ് സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിൽ കുബ്ബയുണ്ടായിരുന്നു. ആ കുബ്ബ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് തന്നെ ഉണ്ട് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. എന്താണ് വസ്തുത? അല്പം ചരിത്രപരമായ വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തത് ഇപ്പൊ എവിടെയാണ്? എല്ലാവർക്കും അറിയാവുന്ന വസ്തുത, മുസ്ലിം ലോകത്തെ തർക്കമില്ലാത്ത വിഷയം, പ്രവാചകനെ കബറടക്കിയിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മണ്ണിന്റെ കൊച്ചു റൂമുള്ള വീടാണ്. ആ വീടിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് മുകളിൽ മേൽക്കൂരയുള്ളത്. ഒരു ഭാഗത്ത് തുറന്നു കിടക്കുന്നതാണ്. നമുക്കിവിടെ മൺവീടുകൾ കണ്ട ആളുകൾക്കറിയാം, വീട്ടിന്റെ അകത്ത് കയറിയാൽ ചില ഭാഗങ്ങൾ തുറന്നു കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു വീട്ടിന്റെ ഒരു റൂമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയിട്ടുള്ളത്. അന്ന് ഈ വീടും പള്ളിയും തമ്മിൽ വേർതിരിഞ്ഞാണ് നിൽക്കുന്നത്. റസൂലിന്റെ കാലത്ത് വേർതിരിഞ്ഞാണ്. പിന്നീട് ഖലീഫമാരുടെ കാലത്ത് മദീന പള്ളി വിശാലമാക്കേണ്ടി വന്നു. ഹജ്ജിന്റെ സമയം, റമദാൻ കാലമൊക്കെ വരുമ്പോ പള്ളിയിൽ സ്ഥലം മതിയാകാതെ വന്നു. അങ്ങനെ സ്ഥലം മതിയാകാതെ വന്ന സന്ദർഭത്തിലെല്ലാം സ്വഹാബത്തും ഖലീഫമാരും കൂടിയാലോചിച്ചുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് വിശാലമാക്കാതെ മറ്റ് ഭാഗങ്ങളിലാണ് വിശാലമാക്കിക്കൊണ്ടിരുന്നത്. കാരണം കിഴക്ക് ഭാഗത്താണ് റസൂലിന്റെ ഭാര്യമാർ താമസിക്കുന്ന ചെറിയ ചെറിയ റൂമുള്ള ഹുജറാത്തുകൾ, സൂറത്തുൽ ഹുജറാത്തിൽ പരാമർശിക്കുന്ന പോലെ കൊച്ചു റൂമുകളായിട്ടുള്ള റസൂലിന്റെ ഭാര്യമാരുടെ വീടൊക്കെ ഉള്ളത്. അപ്പൊ ആ ഭാഗത്തിൽ അതിൽപ്പെട്ട ഒരു റൂമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പള്ളി വിശാലമാക്കാതെ മറ്റിതര ഭാഗങ്ങളിലേക്ക് പള്ളി വിശാലമാക്കിക്കൊണ്ടേയിരുന്നു. 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞു. പിന്നീട് വന്ന ഭരണാധികാരിയാണ് നേരത്തെ സൂചിപ്പിച്ച മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടവും കഴിഞ്ഞ് ഏകദേശം ഹിജ്റ 88 വർഷമായപ്പോൾ അന്ന് ഭരിക്കുന്നത് ഉമവി രാജാവായ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്. വലീദിന്റെ ഭരണകാലത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അദ്ദേഹം തീരുമാനിച്ചത് പ്രവാചകന്റെ ഭാര്യമാരും താമസിക്കുന്ന ആ ഭാഗത്തുള്ള വീടുകൾ പൊളിച്ചു നീക്കി ആ ഭാഗത്തു കൂടി പള്ളി വിശാലമാക്കുക. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുക്കുകയും ആ തീരുമാനം അന്ന് മദീനയിലെ ഗവർണറെ അറിയിക്കുകയും ചെയ്തു. ഗവർണർ അവിടെയുള്ള പ്രമുഖരോട് കൂടിയാലോചിച്ചു. അന്ന് മദീനയിൽ സഹാബികളായിട്ട് ആരും ജീവിച്ചിരിപ്പില്ല. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹുവിനെ പോലെയുള്ള താബീങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് കൂടിയാലോചിച്ചപ്പോൾ അവരെല്ലാം എതിരഭിപ്രായം പറഞ്ഞു. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹുവിന് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, പള്ളി ആ ഭാഗത്തേക്ക് വിശാലമാക്കുമ്പോൾ പള്ളിക്കുള്ളിലേക്ക് പ്രവാചകന്റെ ഖബറിടം എത്തിപ്പോകും. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം സൂചിപ്പിച്ച കാര്യം, ഈ പള്ളി, ഈ വീടുകളെ ചെറിയ റൂമുകളാണ്. മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭാവിയിലുള്ള ജനവിഭാഗത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് ഉണ്ടാകുന്നത് അവർക്കൊരു ഗുണപാഠമായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ചിലരൊക്കെ അതിനെ വിമർശിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ താരീഖിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അന്ന സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അൻകറ ഇദ്ഖാല ഹുജ്റത്തി ആയിഷ ഫിൽ മസ്ജിദി കഅന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂം പള്ളിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു എതിർത്തു. കാരണം അതൊരു പള്ളിയാക്കപ്പെട്ട അവസ്ഥ വന്നേക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടതുകൊണ്ട്. അങ്ങനെ ആ അഭിപ്രായം തിരസ്കരിച്ച് അങ്ങനെ പള്ളി വിശാലമാക്കിയില്ല. വീണ്ടും ഖലീഫയുടെ ശ്രമമുണ്ടായി, വീണ്ടും തിരസ്കരിക്കപ്പെട്ടു. 3ാം തവണ ഖലീഫയുടെ അന്തിമ ഉത്തരവ് വന്നു. ആ ഉത്തരവ് വന്നപ്പോൾ പ്രവാചകന്റെ ഭാര്യമാര് താമസിക്കുന്ന ആ ഭാഗത്തുണ്ടായിരുന്ന റൂമുകള്, ആ ഭാഗത്ത് തന്നെയായിരുന്നു അലി റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. അങ്ങനെ പലരുടെയും വീടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചു നീക്കുകയും ആ ഭാഗത്തേക്ക് പള്ളി വിശാലമാക്കുകയും ചെയ്തു. അങ്ങനെ പള്ളി വിശാലമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ വീട് മാത്രം അവിടെ അവശേഷിപ്പിച്ചു. ബാക്കിയുള്ളതെല്ലാം പൊളിച്ചു നീക്കുകയും പള്ളി വിശാലമാക്കുകയും ചെയ്തു. അന്ന്
5 കോണുള്ള ഒരു ചുറ്റുമതിൽ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത്, കബറിടത്തിന്റെ ചുറ്റുഭാഗത്തുണ്ടാക്കി. പള്ളിയിൽ നിന്ന് ആര് നമസ്കരിച്ചാലും തിരിഞ്ഞാലും ആരുടെയും നമസ്കാരം ഈ കബറിടത്തിലേക്ക് വരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ 5 കോണുള്ള ഒരു മതിലുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പള്ളിയും വീടും തമ്മിൽ വേർതിരിച്ചു നിർത്തി. ഇങ്ങനെയാണ് ആ ഭാഗത്തേക്ക് പള്ളി വിശാലമാക്കുന്നത്. ആ സമയത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, മദീനയിൽ സ്വഹാബികളിൽപ്പെട്ട ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. وإنما أدخلت الحجرة بالمسجد بخلافة الوليد بن عبد الملك بعد موت عامة الصحابة الذين كانوا بالمدينة وكان آخرهم موتا. മദീനയിൽ അവസാനം മരിച്ച സഹാബി ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മരിക്കുന്നത് അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്താണ്. അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് 78-ാം വർഷമാണ് അവസാനം അവശേഷിച്ചിരുന്ന പ്രമുഖ സഹാബിയായിരുന്ന ജാബിർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. പിന്നീട് ഈ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി മരിച്ച് അയാളുടെ മകൻ വലീദ് ഭരണാധികാരിയായ ശേഷമാണ് പള്ളി നിർമ്മാണവും പള്ളി വിശാലമാക്കുന്ന ഈ സംഭവവും നടന്നിട്ടുള്ളത്. അപ്പൊ സഹാബത്തല്ല ഇത് ചെയ്തത്, ഖലീഫമാരല്ല, ഇസ്ലാമിലെ 4 ഖലീഫമാരല്ല ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. മറിച്ച് അതിന്റെയും ശേഷം വന്ന ഉമവി ഭരണാധികാരിയായ വലീദാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അന്ന് മദീനയിൽ സഹാബികളായി ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. അവര് ചെയ്തത് എന്താണ്? കുബ്ബ നിർമ്മിക്കുകയല്ല ചെയ്തത്. അവര് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തുള്ള വീടുകൾ പൊളിച്ചു നീക്കി അങ്ങോട്ടുകൂടി മദീനത്തെ പള്ളി വിശാലമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പള്ളിയും കബറിടവും വേർതിരിഞ്ഞു നിൽക്കുവാൻ വേണ്ടി പ്രത്യേകമായ മതിൽ നിർമ്മിക്കുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്തു. ഇതാണ് ചരിത്രപരമായി ഈ വിഷയത്തിലുള്ള സംശയരഹിതമായ രേഖകൾ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പൊ ഒരിക്കലും പ്രവാചകന്റെ കബറിടം പള്ളിയിൽ ഉണ്ടാക്കിയതല്ല, പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്തതല്ല. മറിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ ആ വീട് കൂടി പള്ളിയോട് ചേർന്ന് വന്നു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇനി ചോദ്യകർത്താവ് സൂചിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് തന്നെ കുബ്ബയുണ്ടായിരുന്നു എന്നാണ്. അതിന് പറഞ്ഞ ഒരു വചനം അബുൽ ജൗസ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. മദീനയിൽ ഒരു കൊല്ലം കഠിനമായ ജലക്ഷാമമുണ്ടായി. ആ ജലക്ഷാമം നേരിട്ടപ്പോൾ മദീനത്തുള്ള ആളുകളെല്ലാം ചെന്നിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് അന്യായം പറഞ്ഞു. അപ്പോൾ മഹദി പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കിലേക്ക് പോയിട്ട് ഖബറിന്റെയും ആകാശത്തിന്റെയും ഇടയിലുള്ള കുബ്ബ കോട്ടുണ്ടാക്കുക. അങ്ങനെ ആ ഖബറിന് കുബ്ബക്ക് ഓട്ട തുളച്ചാൽ മഴ വർഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മഴ കിട്ടിയത്രേ. ഇതാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവം. ഈ സംഭവം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ സുന്നത്തുമില്ല ജമാഅത്തുമില്ല. ആ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട് ഈ സംഭവം. എന്നിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയത് മരണപ്പെട്ട ശേഷവും ഇത്തരം പ്രവാചകനിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമെന്ന് ഇതിൽ നിന്ന് തെളിയുമല്ലോ എന്നാണ് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തോ ആവട്ടെ, നമുക്ക് ആ വിഷയമാണ് പഠിക്കേണ്ടത്. എന്താണ് ഈ വിഷയത്തിന്റെ വസ്തുത? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുമ്പ് പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഹദീസുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ഹദീസും സ്വീകാര്യമല്ല. സ്വീകാര്യമായ രേഖയുള്ള അംഗീകരിക്കപ്പെടുന്ന ഹദീസുണ്ട്, തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളുമുണ്ട്. ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ഇതിന്റെ റിപ്പോർട്ടർമാരിൽ അംർ ബിൻ മാലിക് നക്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം വളരെ അധികം ദുർബലനാണ്. ഇബ്നു അദി തന്റെ കാമിൽ രേഖപ്പെടുത്തിയത് മുൻകറുൽ ഹദീസ് അനിസിഖാത്ത്, വിശ്വസ്തരിൽ നിന്ന് ഇയാൾ ഉദ്ധരിക്കുന്നു, എന്നാൽ ഇയാളുടെ ഹദീസ് മുൻകറാണ്, തിരസ്കരിക്കപ്പെടുന്ന ഹദീസാണ്. മാത്രമല്ല അയാൾ ഹദീസ് മോഷ്ടാവ് കൂടിയാണ് എന്നിങ്ങനെ ധാരാളം അയാളെ സംബന്ധിച്ച് ഹദീസ് നിരൂപക പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഹദീസിൽ തന്നെ സഈദ് ബിൻ സൈദുർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹവും ഹദീസിന്റെ കാര്യത്തിൽ ലൈസ ബിൽ ഖവിയ്യി, അദ്ദേഹം ശക്തനല്ല എന്നിങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഹദീസിന്റെ നിദാന ശാസ്ത്രം അനുസരിച്ച്
ഹദീസ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നുള്ള പരിശോധനയിൽ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള റിപ്പോർട്ടർമാർ ഈ ഹദീസിലുണ്ട്. രണ്ടാമത്തത്, ഈ ഹദീസിൽ പറയുന്ന കാര്യം സ്വഹീഹായ ഹദീസുകൾക്ക് എതിരുമാണ്. കാരണം സ്വഹീഹൈൻ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലിൽ അസ്ർ വശംസു ഫീ ഹുജ്റതിഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്ർ നമസ്കരിക്കുന്നു, അപ്പോൾ സൂര്യൻ ആയിഷ റളിയല്ലാഹുവിന്റെ റൂമിലേക്ക് വരുന്നു, ഹുജ്റത്തിലേക്ക് വരുന്നു. ലം യദ്ഹറിൽ ഫൈഉ ബഅദു, ഇപ്പോഴും നിഴല് വന്നിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു പറയുന്നു. അപ്പൊ വീട്ടിന്റെ അകത്തേക്ക് സൂര്യപ്രകാശം ഉണ്ടാകുന്ന രൂപത്തിലാണ് പ്രവാചകന്റെ ആ ഭവനം ഉണ്ടായിരുന്നത്. പിന്നീട് കബറടക്കം ചെയ്തിട്ടുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മേൽക്കൂരയെ സംബന്ധിച്ചാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഒരു ഭാഗം മേൽക്കൂരയുണ്ട്, ഒരു ഭാഗം തുറന്നു കിടക്കുന്നു. പിന്നീട് എന്നാണ് ഈ ഭാഗവും കൂടി പള്ളിയിലേക്ക് വരുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്താണ് ഇത് പള്ളിയിലേക്ക് വരുന്നത്. ആയിഷ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അതിന്റെ മുകളിൽ മേൽക്കൂരയാണുള്ളത്, കുബ്ബയല്ല. എന്നാണ് കുബ്ബ നിർമ്മിച്ചിട്ടുള്ളത്? ആദ്യമായി ഇതിന്റെ മുകളിൽ കുബ്ബ നിർമ്മിച്ച വ്യക്തി സുൽത്താൻ ഖലാവൂനാണ്. ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖലാവൂനാണ് ആദ്യമായി ഇതിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നത്. അദ്ദേഹം ഹിജ്റ 688 വർഷത്തിലുള്ള ആളാണ്. 7-ാം നൂറ്റാണ്ടുകാരനാണ്. 7-ാം നൂറ്റാണ്ടുകാരനായ അദ്ദേഹമാണ് ആദ്യമായി ഇതിന് മുകളിൽ കുബ്ബ നിർമ്മിച്ചത്. ഇമാം സൈനുദ്ദീൻ അബൂബക്കർ വ്യക്തമായി ആ രേഖപ്പെടുത്തിയിട്ടുണ്ട്. وأول من أنشأ قبة على قبر النبي صلى الله عليه وسلم هو السلطان القلاوون الصالحي بناها على حجرة النبي صلى الله عليه وسلم എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പൊ റസൂലിന്റെ കബറിടമുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ മുകളിൽ ആദ്യമായി കുബ്ബ നിർമ്മിക്കുന്നത് ഹിജ്റ 688 വർഷമാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു കുബ്ബ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ അതിന് ഓട്ടയുണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നത് ചരിത്രപരമായ കളവാണ്, വ്യാജമാണ്. അപ്പൊ ഹദീസിന്റെ സനദ് ദുർബലമാണ്, പരമ്പര സ്വീകാര്യമല്ല. ആ ഹദീസിൽ പറയുന്ന മത്തിന് കാര്യവും ദുർബലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ വചനം ഹദീസ് ശാസ്ത്രമനുസരിച്ച് സ്വീകാര്യമല്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ഇന്ന് കാണുന്ന കുബ്ബ, ഇന്ന് നമ്മൾ മദീനയിൽ പോയാൽ കുബ്ബ കാണുന്നു. ആ കുബ്ബ നിർമ്മിച്ചത് റസൂലിന്റെ സഹാബത്തിന്റെ കാലത്തല്ല. ആദ്യമായി കുബ്ബ നിർമ്മിക്കുന്നതിന് ഹിജ്റ 678 വർഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള കുബ്ബ സുൽത്താൻ മഹ്മൂദ് എന്ന് പറയുന്ന 10-ാം നൂറ്റാണ്ടിൽ രാജ്യം ഭരിച്ചിരുന്ന തുർക്കി ഖലീഫയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 1265 ശേഷമാണ് ആ കുബ്ബക്ക് മുകളിൽ ബുറുദ പോലെയുള്ള കവിതാ ശകലങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം പിൽക്കാലത്ത് വന്ന രാജാക്കന്മാർ, ചില ഭരണാധികാരികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്. ഇത് സഹാബത്തിന്റെ കാലത്ത് നടന്നതല്ല, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്ത് നടന്നതല്ല, അവരംഗീകരിച്ചതുമല്ല. മറിച്ച് ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കുബ്ബകൾ പൊളിച്ചു നീക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് റസൂലിന്റെ കാലത്തുള്ള കുബ്ബ അതേപോലെ ഇന്നും തുടരുകയല്ല. സ്വഹാബത്തിന്റെ കാലത്തുള്ള കുബ്ബ അതേപോലെ ഇന്നും തുടരുകയല്ല. മറിച്ച് നൂറ്റാണ്ടുകൾ